Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഒറ്റ വഴിയിലെ വീട്, കാപ്പച്ചിനോ, ഈ രണ്ട് കഥാസമാഹാരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് റേഡിയോ ലൈബ്രറിയിലൂടെ. ആ പുസ്തകങ്ങൾ എഴുതിയ, ആ കഥാസമാഹാരം എഴുതിയ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഇന്ന് എൻ്റെ കൂടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കഥാസമാഹാരം പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, ലസാഗു. യെസ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പൂന്തോട്ടത്ത് വിനയകുമാറാണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. വിനയകുമാർ മാഷേ, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം രതീഷ്. അങ്ങനെ മൂന്നാമത്തെ കഥാസമാഹാരവും പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി പേര് ഇത് വായിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതെ, ലസാഗു എന്ന് പറയുന്ന പുസ്തകം തൃശൂർ ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കിട്ടിയാൽ ഈ പുസ്തകം വായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. 25 കഥകൾ അടങ്ങുന്ന കഥാസമാഹാരമാണ് അല്ലേ? ചുറ്റുപാടുകളോടുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ ഓരോ മനുഷ്യരുടെയും അവർ കാണുന്ന, അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ജീവിതാനുഭവങ്ങളുടെ ഒരു ചെറിയ അംശമെങ്കിലും സഹൃദയരോട് പറയാൻ ഏറ്റവും നല്ലൊരു മാർഗം കഥകൾ തന്നെയാണ്. അങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഈ ലസാഗുവിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന, നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന ഓരോ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കഥകൾ ഓരോ മനുഷ്യരിലും ഉണ്ട്. ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ കഥകളിലൂടെയാണ്. ഒരു മനുഷ്യനെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിരവധി കഥകളുണ്ട്. അത്തരം ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളാണ് ഈ കഥകളായിട്ട് ഇവിടെ അവതരിക്കപ്പെട്ടത്. അപ്പൊ ലസാഗു എന്താണെന്നുള്ള കാര്യം നമുക്ക് പേജുകൾ മറിച്ച് തന്നെ പരിചയപ്പെടാം. നമ്മുടെ ഭാഷയിലും ജീവിതത്തിലും ചെറുകഥ എന്ന സാഹിത്യ രൂപം ചെലുത്തിയ സ്വാധീനം അവഗണിക്കാൻ കഴിയുന്നതല്ല. അത് നമ്മുടെ നവോത്ഥാന മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിന്റെ ജീവിതാവസ്ഥ അനുഭവിക്കാൻ ചെറുകഥാ സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ലസാഗു എന്ന എന്റെ ഈ പുസ്തകത്തിൽ രക്ഷ, ഇരുചക്രവണ്ടി, പറുദീസ, അഖോരി, ഇമോജികൾ, വെല്ലിച്ചന്റെ ബോബൻ കേസ്, ഒഴുകിറി തുടങ്ങി 25 കഥകളുടെ ഒരു സമാഹാരമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ മോബിൻ മോഹനാണ് ഈ സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. നാം നേടിയ നവോത്ഥാന മുന്നേറ്റങ്ങളെ തമസ്കരിക്കുകയും ആട്ടിപ്പായിച്ച ദുർഭൂതങ്ങളെ വാദ്യഘോഷങ്ങളോടെ ആനയിക്കുകയും ചെയ്യുന്ന വർത്തമാന ദുരന്തത്തെ പുതുകാല കഥകൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. പുരോഗമനവാദിയായ സുകേശൻ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദിവ്യനായ സിദ്ധന് കീഴ്പ്പെടുന്നത്. അങ്ങനെയാണ് ഇൻകിലാബ് വിളിച്ച കൈകൾ ഒരാൾക്ക് മുമ്പിൽ ആദ്യമായി തൊഴുന്നത്. സമരം ഭാവി കളഞ്ഞു എന്ന് ഇടയ്ക്ക് അയാൾ ആശങ്കപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എല്ലാ പുരോഗമനവാദികളും ഈ അവസ്ഥയെ അഭിമുഖീകരിക്കാറുണ്ട്. ഭാവി എന്ന ആശയം പുരോഗമനപരമാകുന്നത് വ്യക്തി വികേന്ദ്രീകൃതമല്ല, അത് സമൂഹത്തെ ആകമാനം ഉൾക്കൊള്ളുമ്പോഴാണ്. തീർച്ചയായിട്ടും രക്ഷ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാത്രിയുടെ 3-ാം യാമത്തിൽ ഏതോ ഒരു വെളിപാട് പോലെ ശാന്ത ഭർത്താവിനെ ഉറക്കത്തിൽ നിന്നും കുലുക്കി ഉണർത്തിയാണ് അക്കാര്യം പറഞ്ഞത്. ഗാഠനിദ്രയിൽ നിന്നും പൂർണ്ണമായി ഉണരാത്ത അവസ്ഥയിൽ ഭാര്യ പറഞ്ഞതൊന്നും തന്നെ ആദ്യം സുകേഷിന് മനസ്സിലായില്ലായിരുന്നു. വീണ്ടും ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉറക്കത്തിന്റെ ആലസ്യത്തിലാണെങ്കിലും അയാൾക്ക് സ്ഥലകാല ബോധമുണ്ടായത്. ഉറക്കം പൂർണ്ണമല്ലാത്തതുകൊണ്ട് തന്നെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ ബലമായി തുറന്ന് അയാൾ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റിട്ടു. ഭാര്യ ഉണർന്നു കിടന്ന് വലിയ ആലോചനയിലായിരുന്നു. അവളോട് കാര്യം ചോദിച്ചപ്പോൾ ശാന്ത വിശദീകരിച്ചു. രാവിലെ പതുക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞെങ്കിലും അയാൾക്ക് പിന്നെ ഉറക്കം വന്നതുമില്ല. മുന്നോട്ടുള്ള ജീവിതം സിദ്ധനൊപ്പമൊന്ന് ഭാര്യ പറഞ്ഞ് തിരഞ്ഞെടുക്കുമ്പോൾ സുകേശിന്റെ എല്ലാ ആമർശങ്ങളും അണപൊട്ടുന്നത് ഒരു ഇൻകിലാബ് വിളിയിലാണ്. അങ്ങനെ ശരാശരി നാം കാണുന്ന ഒരു മലയാളിയുടെ, അവൻ എത്ര പുരോഗമനവാദിയാണെങ്കിലും ഒടുവിൽ ചെന്നെത്തുന്ന യഥാർത്ഥ മലയാളിയുടെ സ്വഭാവം വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഈ രക്ഷ എന്ന കഥയിലൂടെ. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും അവരുടെ ജീവിത വ്യവഹാരങ്ങളുമാണ് ഞാൻ സാധാരണ എൻ്റെ കഥകളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. പ്രവാസത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മറ്റൊരു കഥയാണ് പറുദീസ. ഓണനാളിൽ പോലും അവധിയില്ലാതെ വെയിലിൽ വേവുന്ന പ്രവാസി മലയാളിയാണ് കഥാനായകൻ. തന്റെ നാടും വീടും ആഘോഷത്തിമിർപ്പിലാണ്. താൻ കൊള്ളുന്ന വെയിലിന്റെ ഉൽപ്പന്നമാണ് വീടിന്റെ ഓരോ സന്തോഷവും. പക്ഷേ പ്രിയപ്പെട്ടവർ കരുതുന്നത് പ്രവാസി തന്റെ ജീവിതം പൊളിക്കുകയാണെന്നാണ്. പറുദീസ എന്ന കഥയും പ്രവാസ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ്. പറുദീസ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കടുത്ത വരണ്ട ചൂടുള്ള മരുഭൂമിയിലെ ഉപ്പുരസം കലർന്ന വിയർപ്പുചാലുകൾ. കയ്യിലിരുന്ന ഗ്ലൗസ് അഴിച്ചുമാറ്റി അയാൾ കൈകൾ കൊണ്ട് തുടച്ചെറിഞ്ഞു. കുടിക്കുന്നതിലധികം ജലം ചാലിട്ടൊഴുകിപ്പോകുന്നുവെന്ന് അയാൾക്ക് തോന്നി. മഴയിലും കനത്ത ചൂടിലും പൊടിപാറുന്ന കാറ്റിലുമായി എത്ര നാളായിട്ട് ഇവിടെ തുടരുന്നു. 2 വർഷത്തിലധികമായി നാട്ടിലേക്ക് പോയി വരുമ്പോഴേക്കും കടവും അതിനു മുകളിൽ പലിശയുമായി ഒരു തുകയായിട്ടുണ്ടാകും. പിന്നെയും പഴയ വർത്തമാനങ്ങൾ. ഇന്ന് തിരുവോണമാണ്. ഇന്നീ നേരം വരെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് വിളിക്കുമ്പോഴായിരിക്കും മനസാക്ഷി അരികത്തോട് പോലും തീണ്ടിയിട്ടില്ലാത്ത ഫോർമാൻ
പഞ്ചാബി കാണുകയും തുച്ഛമായി കിട്ടുന്ന ഓവർ ടൈം എങ്ങനെയെങ്കിലും വെട്ടിക്കുറയ്ക്കാൻ ഗവേഷണം ചെയ്യുന്ന ആ പഹയൻ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ കുഴഞ്ഞത് തന്നെ. അയാൾ നനഞ്ഞ പ്ലാസ്റ്റിക് കൂടിനകത്ത് പൊതിഞ്ഞുവെച്ച മൊബൈൽ ഫോൺ പുറത്തെടുത്തു. യഥാർത്ഥത്തിൽ ഈ കഥ ഒരു പ്രവാസിയുടെ ജീവിതകഥ മാത്രമല്ല. മരുഭൂമിയിൽ ചൂടിനേക്കാളും കടുത്ത യാഥാർത്ഥ്യങ്ങൾ സഹിച്ചുകൊണ്ട് സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അടക്കി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധിയാണ് ഈ കഥാപാത്രം. നാട്ടിലുള്ളവർക്ക് അദ്ദേഹം ഗൾഫുകാരൻ, സൗകര്യങ്ങളുടെയും സമ്പത്തിന്റെയും പ്രതീകമായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ദിവസേന പോരാടുന്നത് കടങ്ങളോടും പ്രതീക്ഷകളോടും ഏകാന്തതയോടും തീരാത്ത ഉത്തരവാദിത്തങ്ങളോടുമാണ്. ഇനി അടുത്ത കഥ ലസാഗു ആണ്. സ്കൂളിൽ പഠിക്കുന്ന മുതൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരുന്നു ലസാഗു ഉസാഗ. ഈ ലസാഗു എന്തിനാണ് പഠിച്ചത് എന്ന് അത് തന്നെയാണോ ഇതിലൂടെ പറഞ്ഞു പോകുന്നത്? ശരിക്കും അത് തന്നെയാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ല. ഒന്നുകിൽ വീട്ടുകാരുടെ നിർബന്ധം, സ്വന്തക്കാരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഓരോ വിദ്യാഭ്യാസ രീതിയും തിരഞ്ഞെടുക്കുന്നത്. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ അന്ന് മുതൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്, വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ലസാഗു എന്നുള്ള വിഷയം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഭാവിയിലേക്ക് ഉപകാരമുള്ള ആളുകൾക്ക് ഗുണം തന്നെയാണ്. പക്ഷേ ഈ കഥയിലൂടെ യതീന്ദ്രൻ എന്ന ഒരാളുടെ ഓർമ്മകളോ ജീവിതാനുഭവങ്ങളോ മാത്രമല്ല ഇവിടെ നമ്മുടെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തകളിലേക്കുള്ളൊരു കണ്ണാടി കൂടിയാണ്. ഇടിഞ്ഞുപൊളിഞ്ഞ പഴയ പള്ളിക്കൂടം യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, കാലങ്ങളായി മാറാതെ നിൽക്കുന്ന ചില ചിന്താഗതികളുടെയും കൂടി പ്രതീകമാണ്. ഇടിഞ്ഞുപൊളിഞ്ഞ മതിലും ചുറ്റുപാടുകളുമുള്ള ചിതലരിച്ച പായല് പിടിച്ച കഴുക്കോലിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഓട് പതിച്ച മേൽക്കൂര, എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാറായിരിക്കുന്ന നിലയിലുള്ള തന്റെ പഴയ പള്ളിക്കൂടത്തിന്റെ മുറ്റത്തുള്ള തേന്മാവിന്റെ ചുവട്ടിൽ സിമന്റ് പൂശിയ കല്ലുകെട്ടിൽ യതീന്ദ്രനിരുന്നു. ഒരു കാലത്ത് കുട്ടികൾ ഓടിച്ചാടിയും ഇരുന്നും കഥ പറഞ്ഞും ആഘോഷിച്ചിരുന്ന തറ അതിപ്പോൾ കുറേയൊക്കെ അടർന്നും വീണ്ടും വികൃതമായിരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ യതീന്ദ്രന് ഒരു നൊസ്റ്റാൾജിയ അനുഭവപ്പെടും. അത് അയാൾ കുറെ നാളുകളായി അനുഭവിക്കുന്ന ആശ്വാസങ്ങളാണ്. കെട്ടകാലത്തിന്റെ യാതൊരുവിധ ചതിക്കുഴികളോ എന്തിനേറെ ചിന്തകൾ പോലുമില്ലാത്ത ഭൂതകാലത്തിലെ അവിസ്മരണീയ ധന്യമുഹൂർത്തങ്ങൾ. പഠിപ്പിച്ച അധ്യാപകർ വെള്ളമുണ്ടെടുത്തായിരുന്നു ക്ലാസ്സുകളിൽ വന്നിരുന്നത്. വെറ്റില മുറുക്കി ചുവന്ന ചുണ്ടുള്ള പുരുഷോത്തമൻ സാർ, ചന്ദനക്കുറി തൊട്ട സച്ചിദാനന്ദൻ മാഷ്, ഗൗരവക്കാരനായ ബഷീർ സാർ, അമ്മയെപ്പോലെ അല്ലെങ്കിലും അതിലും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന രാധാമണി ടീച്ചർ, വലിയ ഫ്രെയിം വെച്ച കണ്ണാടിയുള്ള തയ്യൽ ടീച്ചർ, അവരെല്ലാം സ്കൂളിന്റെ വരാന്തയിലൂടെ നടന്നു പോകുന്നതായി യതീന്ദ്രന് തോന്നി. ഈ സ്കൂളിന്റെ സി ഡിവിഷനിൽ ഇരിക്കുമ്പോഴാണ് ജോസാർ അന്ന് പറഞ്ഞത്, നമ്മൾ പഠിച്ച കാലാളെയും കുതിരയെയും ആനകളെയും ഉപയോഗിച്ചുള്ള കരയുദ്ധമായിരിക്കില്ല ഭാവിയിൽ, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ആകാശയുദ്ധമായിരിക്കുമെന്ന്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലോ. ശരിക്കും യതീന്ദ്രന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്, ഇതൊരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് അവരുടെ അഭിരുചിയും കഴിവും സ്വപ്നങ്ങളും ചേർന്നാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കലാകരുത്. സ്വന്തമായി ഒരു ഫാം തുടങ്ങണമെന്ന് സ്വപ്നം മനസ്സിൽ അടക്കിപ്പിടിച്ച് ബാങ്കിലെ കണക്കുകൾക്കിടയിൽ ജീവിതം ചിലവഴിക്കേണ്ടി വന്ന യതീന്ദ്രൻ തന്റെ മകളുടെ ജീവിതത്തിലും അതേ കഥ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമ്മൾ ഈ കഥയിൽ കാണുന്നു. കണ്ടപ്പോൾ വേദനിച്ചു. കാരണം സ്വപ്നങ്ങൾ മരിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ വേദന ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയൊരു സമ്മാനം സമ്പത്തോ സർട്ടിഫിക്കറ്റുകളോ അല്ല, സ്വന്തം വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന ഒരു ആശയമാണ് ഈ കഥ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതീഷിന് മഴയെന്നും ഒരു ഹരമായിരുന്നു. ഓടിട്ട മച്ചുള്ള പഴയ വീടിന്റെ ജനാല തുറന്ന് മഴ കാണുക എന്നുള്ളത് അയാൾക്ക് ലഹരിയായിരുന്നു, ഉന്മാദമായിരുന്നു. പുറത്തെ ചെമ്പരത്തിച്ചെടിയുടെ ചില്ലകളിൽ നിന്നും മുതിർന്നു വീഴുന്ന കനമുള്ള മഴത്തുള്ളികൾ വീണ്ടും താഴേക്ക്. ഭൂമി മുഴുവനും തണുക്കുകയാണ്. പൊള്ളുന്ന ആത്മാവുകൾക്ക് തണുപ്പേകുന്ന മഴ. ഇടയ്ക്ക് തുറന്നിട്ട ജനാലയിലേക്ക് വീശുന്ന കനത്ത കാറ്റിൽ തണുത്ത മഴത്തുള്ളികൾ അയാളുടെ ശരീരത്തിലേക്ക് പതിക്കും. അപ്പോഴുണ്ടാകുന്നൊരു കുളിര്. ഇടവപ്പാതിയിലെ തോരാതെ പെയ്യുന്ന മഴയിൽ അകമ്പടിയായി പനിയും കടന്നുവരും. എന്നാലും അയാൾ മഴ കൊള്ളുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരം മഴജ്വരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളായിരുന്നു അയാൾ. മഴജ്വരം അമൃത് പോലെയാണ്. നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ ഓർക്കുന്ന നാട്ടിൽ ഇപ്പോൾ പെയ്യുന്ന മഴയെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ മഴ അതീഷിന് ഒരു കാലാവസ്ഥ മാത്രമായിരുന്നില്ല, അത് യാഥാർത്ഥ്യത്തിന്റെ ഭാരങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളുടെ വിശാലമായ ആകാശത്തിലേക്കുള്ള ഒരു രഹസ്യവാതിൽ തന്നെയായിരുന്നു. മറ്റുള്ളവർ ഒഴിവാക്കാൻ ശ്രമിച്ച മഴജ്വരത്തിൽ പോലും അയാൾ കണ്ടെത്തിയത് വേദനയല്ല, മറിച്ച് നിറങ്ങളും സംഗീതവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരു മായാലോകമായിരുന്നു. ജനാലയ്ക്ക് പുറത്ത് മഴ വീണ്ടും ആരവത്തോട് പെയ്യുമ്പോൾ കമ്പിളിപ്പതപ്പിനുള്ളിൽ കിടന്ന
അല്ലെന്ന അതീഷ് അത് മനസ്സിലാക്കിയിരിക്കുന്നു. ചിലർ മഴയെ വെറും വെള്ളത്തുള്ളികളായി കാണും. എന്നാൽ ചിലർക്കത് ആത്മാവിനെ കഴുകി തണുപ്പിക്കുന്ന സ്വപ്നങ്ങളുടെ പെയ്ത്താണ്. ആ രാത്രിയും മഴ ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു. അതീഷിന്റെ മനസ്സ് അതിനേക്കാൾ ആഴത്തിൽ മറ്റൊരു സ്വപ്നലോകത്തിലും നനഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ നിരവധി കഥകളുണ്ട്. അതിലൊന്നാണ് കുഴിയാനകൾ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഴിയാനകൾ. വീടിന് മുൻപിലെ ഇടവഴിയിലേക്ക് കണ്ണും നട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും നടക്കാത്ത ദിവാസ്വപ്നങ്ങളിലേക്കും ഗതകാലത്തെ ഓരോ അനുഭവങ്ങളും ഒരിക്കലും വിസ്മരിക്കാതെ മനസ്സിലേക്ക് കടന്നു വരുന്നതും. ഓർമ്മ വെച്ച കാലം മുതലുള്ള ഭൂതകാല അനുഭവങ്ങൾ, അവ ചിലത് ജയകാന്തനെ പലപ്പോഴും ഒരു ഭൂതകാല സഞ്ചാരിയാക്കി മാറ്റുന്നു. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നിറം ചേർക്കപ്പെടുന്നത് അത്തരം പഴയകാല അനുഭവങ്ങളിൽ നിന്നുള്ള ചായക്കൂട്ടുകളാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. വീടിന് മുൻപിലുള്ള വഴിയിലൂടെ കുട്ടികൾ കനത്ത സ്കൂൾ ബാഗും ചുവന്ന് കടന്നുപോയപ്പോൾ അയാളുടെ സ്കൂൾ കാലവും മനസ്സിലേക്ക് കടന്നു വന്നു. ആദ്യം കടന്നു വന്നത് എഴുത്തക്ഷരം പഠിപ്പിച്ച ആശാന്റെ പരിക്കൻ എന്ന് തോന്നുന്ന ഗർവുള്ള ശബ്ദമായിരുന്നു. അതേപോലുള്ള ശബ്ദം ജീവിതത്തിൽ ഒരിക്കലും പിന്നെ നാളിതുവരെ കേട്ടിരുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ ഞങ്ങൾ കുറച്ചുപേർക്ക് വേണ്ടി മാത്രം ദൈവം തന്നതാണെന്ന് തോന്നുന്നു. എത്രയോ സമയമെടുത്തു ഓരോ അക്ഷരവും പഠിപ്പിച്ച ഞങ്ങളുടെ കളരി ആശാൻ. ഇടവേളകളിൽ മുടങ്ങാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. ശരിക്കും ഈ കുഴിയാനകൾ എന്ന കഥ രചിക്കാനുണ്ടായ ഒരു കാരണം, പണ്ട് കാലങ്ങളിലെ എഴുത്ത പള്ളിക്കൂടത്തിൽ പോവുകയും അവിടെയുള്ള ആശാനും അന്നത്തെ ഒരു ഓർമ്മയാണ്. ശരിക്കും ഇത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മ. ഇപ്പൊ ആധുനിക കാലത്തെ സ്കൂളുകളെ പോലെ അല്ലല്ലോ അന്ന് എഴുത്തുപള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്നത്. അവിടുന്ന് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങൾ പക്ഷെ പലതും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വേട്ടക്കാരുടെ മനസ്സുമായി കാത്തിരിക്കുന്ന കുഴിയാനകളുടെ കെണികൾ, ചുറ്റിനും പതിയിരിക്കുന്ന അത്തരം കെണികളിൽ വീണു പോകാതിരിക്കാൻ പരിശീലനം നൽകിയ നിലത്തെഴുത്ത് കളരികൾ. നമ്മുടെ മാറുന്ന വിദ്യാഭ്യാസത്തെയും അതിജീവന തന്ത്രങ്ങളെയും പുനർവായിക്കുന്ന ഒരു വിദ്യാഭ്യാസ ചിന്തകനായിട്ട് ഈ കഥാപാത്രം മാറുന്നുണ്ട് അതിനകത്ത്. ഈ ആധുനിക ലോകത്ത് പല ചതിക്കണികളുണ്ട്. പക്ഷെ അന്ന് നമ്മൾ നിലത്തെഴുത്ത് കളരികളിൽ കൂടെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കഥകളിലൂടെ വ്യക്തമാക്കുന്നത്. രക്ഷയും പറുദീസിയും ലസാഗുവും മഴജ്വരവും കുഴിയാനകളും ഒക്കെ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടു പോവുകയാണ് ലസാഗു എന്ന കഥാസമാഹാരത്തിൽ. കുറേയധികം പേർക്ക് വായിക്കുമ്പോൾ അവരുടെ ചെറിയ പ്രായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല കാലഘട്ടത്തിലേക്ക്, നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നൊരു പുസ്തകം എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ ഓരോ കുട്ടികളെയും, പ്രത്യേകിച്ച് പഴയ കാലത്തുള്ള ആ നന്മകളൊക്കെ നമ്മളൊരു ഓർമ്മയിട്ട് അല്ലെങ്കിൽ ഒരു ഊളിയിട്ട് ഓർമ്മകളിലേക്ക് പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് മനസ്സുകൊണ്ട്. തീർച്ചയായിട്ടും ഈ കഥകളിലൂടെ മഴയെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ്. മഴ നമ്മളൊരു വീട്ടിലിരുന്ന് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന രീതിയിൽ തന്നെ അത് എഴുതി പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇത് ശരിക്കും ഇടുക്കിയിൽ തീർച്ചയായിട്ടും ഈ കഥകളിലെ കൂടുതലും പ്രവാസി എന്ന നിലയിൽ ഒന്നോ രണ്ടോ കഥകൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം തന്നെ ഒരു മലയോര പ്രദേശത്ത്, പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ ഇടുക്കി ജില്ലയിലെ മലയോരങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ മാനസിക ചിന്തകളും മാനസിക വിചാരങ്ങളുമാണ് ഈ കഥകളിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. പ്രതിഭാതനായ ജാപ്പനീസ് സാഹിത്യകാരൻ ഹാരുക്കി മുറാക്കാമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പണ്ടെങ്ങോ ഞാൻ എഴുതിയ ഒരു കഥ അർദ്ധരാത്രിയിൽ എന്റെ മുറിയിലേക്ക് ഇരച്ചു കയറി എന്നെ തട്ടിയുണർത്തി, ഏയ് ഇത് ഉറങ്ങേണ്ട സമയമല്ല, നിനക്ക് എന്നെ മറക്കാൻ കഴിയില്ല, വരൂ ഇനിയും എഴുതാനുണ്ട്. അതിൽ ഉത്തേജിതനായി ഞാൻ വീണ്ടും എഴുതും. ഓരോ കഥയും ഓരോ നോവലും എന്നിൽ നിറയുന്നത് തീർത്തും ജൈവികമായാണ്, സ്വാഭാവികമായാണ്. പൂന്തോട്ടത്ത് വിനയകുമാറിനെ വായിക്കുമ്പോൾ ഈ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കഥയിലേക്ക് ഒഴുകുന്ന ഉപ്പുചാലുകൾ എന്ന പേരിൽ ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് മോബിൻ മോഹനാണ്. മോബിൻ മോഹനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്, മികച്ച എഴുത്തുകാരനാണ്, അതുപോലെ തന്നെ കേരള പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ അംഗമാണ്. അപ്പൊ ഇത്തരം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പുസ്തകം നിരവധി പേരിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് വായിച്ചവരൊക്കെ പറഞ്ഞത്? വായിച്ചവർ തീർച്ചയായിട്ടും നല്ല അഭിപ്രായം തന്നെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ഈ കഥകളിലൂടെ എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മത ഇടങ്ങൾ പെരുകുകയും പൊതു ഇടങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന പൊതുകാലത്ത് നാം നമ്മുടെ പൊതു ഇടങ്ങളെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. മതിലുകളും അതിരുകളുമുള്ള പുതിയ കാലത്തെ ജീവിതം ഇമോജികളുടെ കാലമാണ്. വാക്കുകൾ പിശുക്കി ഉപയോഗിക്കുന്ന കാലവുമാണിത്. വാക്ക് എന്നും സത്യമുള്ളതാണ്, അതിൽ ആത്മാർപ്പണത്തിന്റെ അംശമുണ്ട്. എന്നാൽ ഇന്ന് ഇമോജികളാണ് ചുറ്റും. സന്തോഷത്തിന്, സങ്കടത്തിന്, ദേഷ്യത്തിന്, പ്രണയത്തിന് എല്ലാം നഗരത്തിലെ കെട്ടിടങ്ങൾ ഗ്രാമത്തിന്റെ കണ്ണീരിന്റെ ഇമോജികളാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയപ്പെടുന്നു. അപ്പനും അമ്മച്ചിയും പോലും ഓരോ ഇമോജികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ ജനാലയിലൂടെ നാം നോക്കിയിരിക്കുമ്പോൾ
വീണ്ടും ആ ചോദ്യം നമ്മെ തേടി വരും. നമ്മുടെ വിചാരങ്ങളെ ആട്ടി ഉലയ്ക്കാൻ, നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ ഇവിടെ നമ്മെ ആസ്വദിപ്പിക്കുന്നത് കൂടെയുള്ളത് എന്നും കഥകൾ മാത്രമാണ്. ഒരുപാട് കഥകളുണ്ട്. നമ്മുടെ ഗ്രാമത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ കഥകളിലൂടെ. ഇങ്ങനൊരു ഗ്രാമമുണ്ടെന്നും ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ജീവിച്ചിരുന്നുവെന്നും അവിടെ നല്ല കുറച്ച് മനുഷ്യരുണ്ടോ എന്നും ഒക്കെ പറഞ്ഞു തരുന്ന കഥകളാണ്. അപ്പോൾ എന്തായാലും ലസാഗു ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. പൂന്തോട്ടത്തെ വിനയകുമാർ നമ്മളുടെ കൂടെ എത്തി ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനായിട്ടൊക്കെ എത്തിയതിൽ ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി രതീഷ്. പൂന്തോട്ടത്ത് വിനയകുമാർ ലസാഗു എന്ന കഥാസമാഹാരമാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കഥാസമാഹാരമാണ്. ഒറ്റ വഴിയിലെ വീടുണ്ട്, കാപ്പിച്ചിനോ ഉണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ലസാഗുവും പുറത്തിറങ്ങിയിരിക്കുന്നത്. 2004 മികച്ച തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്നും ന്യൂഡൽഹിയിൽ വെച്ച് സ്വീകരിച്ച ആളുകൂടിയാണ്. സാമൂഹിക സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ നെഹ്റു യുവകേന്ദ്ര യൂത്ത് അവാർഡ്, MG യൂണിവേഴ്സിറ്റി ഇടുക്കി റീജിയണൽ ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മോട്ടിവേഷണൽ ട്രെയിനറാണ്. ആനുകാലികങ്ങളിലും ആകാശവാണിയിലുമായി 150-ലധികം കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പൂന്തോട്ടത്ത് വിനയകുമാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രാമഭംഗി ഒരുപാടുള്ള ഒരു പുസ്തകം തന്നെയാണ് ലസാഗു. നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, ഗ്രാമങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാങ്ങി വായിക്കണമെന്ന് തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും അറിയിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നിന്നും ബൈ പറയുകയാണ് രതീഷ്.